അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കയറലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച. സ്ത്രീത്വത്തെ അപമാനിച്ചതിന് ആരോപണ വിധേയർക്കെതിരെ കേസെടുക്കാമെന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ശുപാർശ. IPC 354 പ്രകാരം കേസെടുക്കാമെന്ന പരാമർശം സ്വകാര്യത കണക്കിലെടുത്ത് പുറത്തുവിടാതിരുന്ന ഭാഗത്താണുള്ളത്. വിദേശ ഷോകളുടെ പേരിലും സ്ത്രീകൾക്ക് നേരെ ലൈംഗിക ചൂഷണം ഉണ്ടായെന്നും ഹേമ കമ്മിറ്റിക്ക് നടികൾ മൊഴി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സിനിമാ നയരൂപീകരണത്തിന് കൺസൾട്ടൻസി ഉണ്ടാക്കാൻ സാംസ്കാരിക വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചു. മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് കൺസൾട്ടൻസി. ഈ മാസം 5-നാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD മന്ത്രി സജി ചെറിയാൻ ഇത് സംബന്ധിച്ച കത്ത് നൽകിയത്. തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ തുക അനുവദിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മന്ത്രി സജി ചെറിയാൻ. കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളത് 24 നിർദ്ദേശങ്ങളാണ്. അത് സർക്കാർ പരിശോധിച്ചു വരികയാണ്. എല്ലാ സംഘടനകളുമായും സംസാരിച്ചു. അതിന്റെ തുടർച്ചയാണ് നവംബറിൽ നടക്കുന്ന കോൺക്ലേവ്. തുടർ നടപടി നിയമപരമായി പരിശോധിക്കുമെന്നും പരാതിയുണ്ടെങ്കിൽ കേസെടുക്കുമെന്നും മന്ത്രി പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളിൽ മുതിർന്ന വനിതാ IPS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് PD സതീശൻ. നടന്നത് കുറ്റകൃത്യമാണെന്നും അത് അന്വേഷിച്ചേ മതിയാവൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ കുറ്റകൃത്യം നടന്നിട്ട് സിനിമ കോൺക്ലേവ് ആണോ നടത്തുന്നതെന്നും സാംസ്കാരിക മന്ത്രി ആരെയാണ് വിഡ്ഢിയാക്കുന്നതെന്നും സതീശൻ ചോദിച്ചു. സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്നും വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സതീശൻ ആരോപിച്ചു. ലൈംഗിക പീഡനമടക്കം ഗുരുതര പരാമർശങ്ങളടങ്ങിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ടും കഴിഞ്ഞ 4.5 വർഷത്തോളം കാലമൊന്നും ചെയ്യാതിരുന്നത് ക്ഷമിക്കാനാകാത്ത തെറ്റെന്ന് കോൺഗ്രസ് MP ശശി തരൂർ. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും ഇത്രകാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടിയെടുക്കാത്തത് ശരിയായില്ലെന്നും ശശി തരൂർ ചൂണ്ടിക്കാട്ടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ടെന്ന് മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ. ആകാശത്ത് നിന്ന് FIR ഇടാനാകില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല. പൂഴ്ത്തിവെക്കാൻ മാത്രം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒന്നുമില്ല. റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് WCC സ്ഥാപക അംഗം തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ബാലൻ വെളിപ്പെടുത്തി. പൊതുവായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമ നടപടിയെടുക്കാനാകില്ലെന്നും ബാലൻ വിശദീകരിച്ചു. സാംസ്കാരിക വകുപ്പും സർക്കാരും ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നും KB ഗണേഷ് കുമാർ. സിനിമാ നടൻ കൂടിയായ മന്ത്രി KB ഗണേഷ് കുമാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാമർശങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായില്ല. എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിനില്ലെന്നും ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ടെന്നും മന്ത്രി പറഞ്ഞു. കുറ്റവാളികളുടെ പേര് പുറത്തു പറയാത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അപൂർണമാണെന്നും കുറ്റകൃത്യം ചെയ്തവരുടെ പേരുകൾ പുറത്തുവിടണമെന്നും എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയുമായ സാറ ജോസഫ്. പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ ഒന്നുമില്ല. അതൊരു പുക പോലെയാണെന്നും സാറ ജോസഫ് പറഞ്ഞു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയില്ലെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം സ്ത്രീപീഡകരെ സംരക്ഷിക്കുന്നതാണെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ MP. സ്ത്രീകൾക്കെതിരായ അതിക്രമം ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ കേസെടുക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്. എന്നാൽ പരാതി ലഭിച്ചാൽ മാത്രമേ കേസെടുക്കൂ എന്ന ബാലിശമായ വാദം അപഹാസ്യമാണ്. സ്വന്തം പാർട്ടിയിലെ സ്ത്രീകൾക്ക് പോലും നീതി ഉറപ്പാക്കാൻ കഴിയാത്ത CPM-ൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്ക്രീനിൽ നമ്മൾ ആരാധിക്കുന്നവർ സ്ക്രീനിന് പുറത്ത് കശ്മലന്മാരാണെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതോടെ മനസ്സിലായെന്ന് K മുരളീധരൻ. തെറ്റ് ചെയ്തവരുടെ പേര് പുറത്തു പറഞ്ഞില്ലെങ്കിൽ മാന്യന്മാരും സംശയനിഴലിലാകുമെന്നും തെറ്റ് ചെയ്തവരുടെ പേര് പുറത്തുവിടാതിരിക്കാൻ സർക്കാരിന് എന്താണ് ഇത്ര താൽപര്യമെന്നും അദ്ദേഹം ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ലഘൂകരിച്ച് കാണരുതെന്ന് സംവിധായകൻ വിനയൻ. ഈ റിപ്പോർട്ടിനെ ഗൌരവത്തോടെ എടുത്തില്ലെങ്കിൽ അത് സിനിമാ മേഖലയെ പിന്നോട്ട് നയിക്കുമെന്ന് വിനയൻ പ്രതികരിച്ചു.
മലയാള സിനിമയിൽ ഈ റിപ്പോർട്ട് കൊണ്ട് അതിക്രമങ്ങൾ കാണിക്കുന്നവരുടെ ബലം കുറയുമെന്ന് വിനയൻ പറഞ്ഞു. യൂണിയൻ ഉണ്ടാക്കിയപ്പോൾ മുതൽ താൻ ചിലരുടെ കണ്ണിലെ കരടായി. അന്ന് തന്നെ ഒതുക്കാൻ ശ്രമിച്ചവരാണ് ഇപ്പോൾ പവർ ഗ്യാങ് ആയി ഇരിക്കുന്നത് എന്നതാണ് ഖേദകരമെന്നും വിനയൻ കൂട്ടിച്ചേർത്തു. ഒരു നടനെയും താൻ ഒതുക്കിയിട്ടില്ലെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ നടൻ ആരാണെന്ന് പറയട്ടെയെന്നും സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് അറിയില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. ചിലർ പുരയ്ക്ക് തീപിടിച്ചപ്പോൾ വാഴ വെട്ടാൻ നടക്കുകയാണ്. തന്നെയും പല സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പത്തനാപുരത്ത് പറഞ്ഞു. ഈ ഓണം 100ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years ഓഫ് പുളിമൂട്ടിൽ സിൽക്സ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ ജീവനക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ സ്പേസ് ഓഡിറ്റ് നടത്താൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പ്രിൻസിപ്പൽമാർ, സൂപ്രണ്ടുമാർ, വകുപ്പ് മേധാവികൾ എന്നിവർ ചേർന്ന് സ്പേസ് ഓഡിറ്റ് നടത്തി സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോടികളുടെ കുടിശ്ശിക വന്നതോടെ മോട്ടോർ വാഹന വകുപ്പിനുള്ള സേവനം അവസാനിപ്പിച്ച് സിഡിറ്റ്. MVD 9 മാസത്തെ കുടിശ്ശിക തന്നു തീർക്കാനുണ്ടെന്നാണ് സിഡിറ്റ് വിശദീകരണം. ഈ മാസം 17 മുതലാണ് താൽക്കാലിക ജീവനക്കാരെ പിൻവലിക്കുകയും സേവനം അവസാനിപ്പിക്കുകയും ചെയ്തത്. 2018 ജസ്നയെ കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് കണ്ടെന്ന് ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തലിന്റെ കൂടുതൽ വിവരങ്ങൾ തേടി തിരുവനന്തപുരത്തു നിന്നുള്ള CBI ഉദ്യോഗസ്ഥർ മുണ്ടക്കയത്തെത്തും. ലോഡ്ജിൽ കണ്ടത് ജസ്നയെ തന്നെയാണോ, ജസ്നയുടെ തിരോധാനത്തിന് ഈ സംഭവവുമായി ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാകും പരിശോധിക്കുക. മലപ്പുറം ജില്ലാ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ SP എത്താൻ വൈകിയതിൽ പ്രകോപിതനായി PV അൻവർ MLA. രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന SP S ശശിധരൻ പ്രസംഗത്തിന് തയ്യാറാവാതെ വേദി വിട്ടു. IPS ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് PV അൻവർ MLA വിമർശനം നടത്തിയത്. തുപ്പലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരല്ല ഇത്. പെറ്റിക്കേസിനായി പോലീസിന് ക്വാട്ട നിശ്ചയിച്ചിരിക്കുകയാണെന്നും അൻവർ MLA ആരോപിച്ചു. തന്റെ പാർക്കിലെ 2000-ലധികം കിലോ ഭാരം വരുന്ന റോപ്പ് മോഷണം പോയി. 8 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല. തെളിവ് സഹിതം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും PV അൻവർ MLA പറഞ്ഞു. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ലെന്നും തനിക്കെതിരെ പുറത്തുവരുന്ന വാർത്തയുടെ അച്ഛൻ ആരാണെന്ന് കണ്ടെത്തണമെന്നും CPM നേതാവ് PK ശശി. പാർട്ടി നടപടി വിശദീകരിക്കേണ്ട ബാധ്യതയില്ലെന്നും പാർട്ടി വിഷയം മാധ്യമങ്ങളുമായി ചർച്ച ചെയ്യാനില്ലെന്നും തനിക്കെതിരെ പാർട്ടി നടപടി ഉണ്ടോ ഇല്ലയോ എന്ന് ഉത്തരവാദിത്വപ്പെട്ടവർ പറയുമെന്നും ശശി പറഞ്ഞു. ലക്ഷദ്വീപ് സമൂഹങ്ങളിൽപ്പെട്ട കവരത്തി, ആന്ത്രോത്ത്, കൽപ്പേനി എന്നിവിടങ്ങളിലേക്കുള്ള അഗ്നിരക്ഷാ സേനയ്ക്കുള്ള പുതിയ വാഹനങ്ങൾ ബേപ്പൂരിൽ എത്തിച്ചു. എല്ലാവിധ ആധുനിക സൌകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള വാഹനങ്ങൾ ഹരിയാനയിൽ നിന്നും റോഡ് മാർഗമാണ് ഇവിടെ എത്തിച്ചത്. തൃശൂർ കുട്ടനെല്ലൂർ സഹകരണ തട്ടിപ്പ് കേസിൽ നടപടിയുമായി CPM. ഒല്ലൂർ ഏരിയ സെക്രട്ടറി KP പോൾ, DYFI നേതാവ് റിക്സൺ പ്രിൻസ് എന്നിവരോട് CPM വിശദീകരണം തേടി. വ്യാഴാഴ്ച ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമുണ്ടാകും. 32 കോടി രൂപയുടെ തട്ടിപ്പിൽ കുട്ടനെല്ലൂർ ബാങ്കിനെതിരെ ED അന്വേഷണം ആരംഭിച്ചു. മുതലപ്പൊഴി പെരുമാതുറയിൽ വീണ്ടും വള്ളം മറിഞ്ഞു. വലിയ തിരയിൽപ്പെട്ട് വള്ളം രണ്ടായി പിളരുകയായിരുന്നു. ഇന്ന് രാവിലെ 2 വള്ളങ്ങൾ മറിഞ്ഞ് അപകടമുണ്ടായതിന് പിന്നാലെയാണ് മൂന്നാമത് വീണ്ടും അപകടം സംഭവിച്ചത്. വള്ളത്തിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തി. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കൊൽക്കത്തയിലെ ആർജിക്കർ ആശുപത്രിയിൽ യുവ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് എന്തു ചെയ്യുകയായിരുന്നുവെന്ന് സുപ്രീംകോടതി. പോലീസിന്റെ ഭാഗത്തുനിന്ന് സമയബന്ധിതമായ നടപടി ഉണ്ടായില്ലെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി. കൊലപാതകം നടന്ന ആശുപത്രിയിൽ അക്രമികൾ അഴിഞ്ഞാടുമ്പോൾ സർക്കാർ നോക്കുകുത്തിയായി നിന്നുവെന്നും കൊലപാതകം ആത്മഹത്യയായി വരുത്തി തീർക്കാൻ വരെ ശ്രമമുണ്ടായി എന്നും കോടതി ചൂണ്ടിക്കാട്ടി.
കൊൽക്കത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്ടർമാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ദേശീയ ദൌത്യ സംഘത്തിന് സുപ്രീംകോടതി രൂപം നൽകി. ഡോക്ടർമാർക്കെതിരായ അക്രമം തടയാൻ കേരളത്തിലടക്കം നിയമമുണ്ടെങ്കിലും മെഡിക്കൽ രംഗത്തെ സുരക്ഷാ വീഴ്ച തടയാനാവുന്നില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കൊൽക്കത്ത സംഭവത്തിൽ വ്യാഴാഴ്ച തൽസ്ഥിതി അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കാൻ സിബിഐയോട് കോടതി നിർദ്ദേശിച്ചു. കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയിയെ നുണപരിശോധന നടത്താൻ സിബിഐ നീക്കം. നേരത്തെ പ്രതിയെ മനഃശാസ്ത്ര പരിശോധന നടത്തിയിരുന്നു. കേസിലെ പ്രതിയുടെ പങ്കാളിത്തം എത്രത്തോളമെന്ന് വ്യക്തമാക്കാൻ നുണപരിശോധനയിലൂടെ സാധിക്കുമെന്നാണ് സിബിഐ കരുതുന്നത്. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ യുവ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തെ ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് ലഘൂകരിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ സൌരവ് ഗാംഗുലിയെ രൂക്ഷമായി വിമർശിച്ച് ആരാധകർ. വിമർശനമുയർന്നതിന് പിന്നാലെ തന്റെ എക്സിലെ പ്രൊഫൈൽ ചിത്രം കറുപ്പാക്കി ഇരയോടും കുടുംബത്തിനോടും ഗാംഗുലി ഐക്യദാർഢ്യം അറിയിച്ചു. മേഘാലയയിൽ നിന്ന് 3 എംഎൽഎമാരെ കൂടി കോൺഗ്രസിന് നഷ്ടമായി. നിലവിൽ പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിലെ 3 എംഎൽഎമാരാണ് തിങ്കളാഴ്ച നാഷണൽ പീപ്പിൾസ് പാർട്ടിയിൽ ചേർന്നത്. ഇതോടെ നിയമസഭയിൽ കോൺഗ്രസ് എംഎൽഎ ഒരാൾ മാത്രമായി. ഇതോടെ 60-അംഗ നിയമസഭയിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി അംഗങ്ങളുടെ എണ്ണം 31ആയി. തമിഴ്നാട് ബിഎസ്പി അധ്യക്ഷൻ കെ ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിൽ കുപ്രസിദ്ധ ഗുണ്ട ആർക്കോട്ട് സുരേഷിന്റെ ഭാര്യ എസ് പോർക്കൊടി അറസ്റ്റിൽ. ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിനായുള്ള കൊട്ടേഷൻ പണം പോർക്കൊടിയുടെ അക്കൌണ്ടിലൂടെയായിരുന്നു കൈകാര്യം ചെയ്തതെന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. ഘടകകക്ഷികളിൽ നിന്നും പ്രതിപക്ഷത്തുനിന്നും എതിർപ്പുയർന്നതിനെ തുടർന്ന് ലാറ്ററൽ എൻട്രി നിയമനങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട്. പരസ്യം പിൻവലിക്കാൻ യുപിഎസ്സിക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. വിവിധ മന്ത്രാലയങ്ങളിലെ പ്രധാന തസ്തികകളിൽ കോൺട്രാക്ട് ലാറ്ററൽ എൻട്രി നിയമനങ്ങൾ നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉന്നയിച്ചത്. പെൺകുട്ടികൾ ലൈംഗികാസക്തി നിയന്ത്രിക്കണം എന്ന കൽക്കത്ത ഹൈക്കോടതി പരാമർശം സുപ്രീംകോടതി റദ്ദാക്കി. ഹൈക്കോടതി വിധിയും പരാമർശങ്ങളും അംഗീകരിക്കാനാവില്ലെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമ കേസിലെ വിധി പ്രസ്താവനയ്ക്കിടെയായിരുന്നു കൽക്കത്ത ഹൈക്കോടതിയുടെ വിവാദ പരാമർശം. പരാമർശത്തിനെ തുടർന്ന് ഡിസംബറിൽ സ്വമേധയാ കേസെടുത്ത സുപ്രീംകോടതി ഹൈക്കോടതിയുടെ പരാമർശം ആക്ഷേപകരവും അനാവശ്യവുമെന്ന് ചൂണ്ടിക്കാട്ടി. വിധിന്യായങ്ങൾ എഴുതുമ്പോൾ ജഡ്ജിമാർ പ്രസംഗിക്കുകയല്ല വേണ്ടതെന്നും ഇത്തരം വിധിന്യായങ്ങൾ തീർത്തും തെറ്റാണെന്നും സുപ്രീംകോടതി വ്യക്തമാക്കി. ബ്രിട്ടനിലെ ബിൽഗേറ്റ്സ് എന്നറിയപ്പെടുന്ന ടെക് വ്യവസായ പ്രമുഖൻ മൈക്ക് ലിഞ്ചിനെ ഉല്ലാസ ബോട്ട് മറിഞ്ഞ് കാണാതായി. ലിഞ്ചിന്റെ 18 വയസ്സുകാരിയായ മകളും ഉല്ലാസ ബോട്ട് ഷെഫുമടക്കം 6 പേരെയാണ് കാണാതായിരിക്കുന്നത്. ഇറ്റാലിയൻ ദ്വീപായ സിസിലി തീരത്ത് വെച്ചാണ് ദാരുണമായ അപകടമുണ്ടായത്. സെപ്റ്റംബറിൽ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് പ്രഖ്യാപിച്ച അർജന്റീന ടീമിൽ പരിക്കേറ്റ സൂപ്പർ താരം ലയണൽ മെസ്സിയെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചിലി, കൊളംബിയ ടീമുകൾക്കെതിരെയാണ് മത്സരങ്ങൾ. 28-അംഗ ടീമിൽ നിരവധി യുവതാരങ്ങളെ പരിശീലകൻ സ്കലോണി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.